മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒരേ സമയം 2 ലൈംഗിക പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒന്ന് കൊടുങ്കാറ്റ് പോലെ ഇന്റർനെറ്റിലും ദേശീയ മാധ്യമങ്ങളിലും പടർന്നു പിടിക്കുന്നു. അതിന് കോർപ്പറേറ്റ് ജിഹാദ് എന്ന് പേരും നൽകപ്പെടുന്നു. എന്നാൽ രണ്ടാമത്തെ കേസ് അതീവ ഗുരുതരമായ വീഡിയോ തെളിവുകളുണ്ടായിട്ടും നിശബ്ദമായി മൂടപ്പെടുന്നു. TCS കേസും അശോക് ഗരാത്ത് കേസും തമ്മിലുള്ള ഈ ഒളിച്ചുകളിക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. TCSന്റെ നാസിക് BPOയിൽ നടന്ന സംഭവമാണിപ്പോൾ വർഗീയ ധ്രുവീകരണത്തിനുള്ള ആയുധമായും അവർ മാറ്റിയിരിക്കുന്നത്. TCSലെ ഒരു ജീവനക്കാരി സഹപ്രവർത്തകനായ ഡാനിഷ് ഷെയ്ഖിനെതിരെ നൽകിയ പീഡന പരാതിയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇതിനെ പിന്നീട് ഹിന്ദുത്വ ഹാൻഡിലുകളും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും കോർപ്പറേറ്റ് ജിഹാദ് എന്ന് നാമകരണം ചെയ്യപ്പെടുകയായിരുന്നു. ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചു, ജോലിക്ക് മുൻപ് പ്രാർത്ഥന ചൊല്ലിച്ചു എന്നിങ്ങനെ പല കഥകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് പരിശോധിക്കാം നമുക്ക്. 2022 ഫെബ്രുവരിക്കും കഴിഞ്ഞ മാർച്ചിനുമിടയിലാണ് TCSൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ബിരുദ വിദ്യാർത്ഥിയായ പരാതിക്കാരി 2022ലാണ് TCSലെ ജീവനക്കാരനും വിവാഹിതനുമായ ഡാനിഷ് ഷെയ്ഖിനെ പരിചയപ്പെടുന്നത്. ബിരുദാനന്തരം TCSൽ ജോലിക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചതും ജോലി വാങ്ങിക്കൊടുത്തതും ഇതേ ആൾ തന്നെയാണ്. ഇയാൾ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പരാതിക്കാരിയെ ലൈംഗിക ചൂഷണം ചെയ്യുകയായിരുന്നു. ഇക്കാര്യം അറിഞ്ഞ മറ്റൊരു ഇരപിടിയനായ ഡാനിഷിന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ തൗസീഫ് ഫത്താർ യുവതിയെ ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു. ഇതോടെയാണ് പെൺകുട്ടി വഞ്ചന തിരിച്ചറിഞ്ഞ് പരാതി നൽകിയത്. ഇതിനിടെ ഡാനിഷിന്റെ ഭാര്യ യുവതിയെ വിളിച്ച് ഇയാൾ വിവാഹിതനാണെന്നും 2 മക്കളുടെ പിതാവാണെന്നും അറിയിക്കുക കൂടി ചെയ്തിരുന്നു കേട്ടോ. ലൈംഗിക ചുവയോടെ സംസാരിച്ചു, സ്പർശിച്ചു, തങ്ങളുടെ ദൈവങ്ങളെ അധിക്ഷേപിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് യുവതി പരാതിയിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യപ്രതി HR മാനേജർ നിദാ ഖാൻ ആണെന്നും മതം മാറ്റം ലക്ഷ്യത്തോടെ ഹിന്ദു പെൺകുട്ടികളെ കമ്പനിയിൽ നിയമിക്കുന്നു എന്നുള്ള ഒരു ആരോപണവും ഇതിനിടയിലൂടെ സംഘപരിവാർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ദിവസം അപ്പാടെ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. നിദാ ഖാൻ BPOയിൽ പ്രോസസ് അസോസിയേറ്റ് മാത്രമാണെന്നും പരാതിക്കാരുമായോ പ്രതികളുമായോ നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥിരീകരിച്ചത് അന്വേഷണ സംഘം തന്നെയാണ്. ഈ കേസിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന സംഘപരിവാർ ആരോപണങ്ങളും SIT തള്ളിക്കളയുന്നുണ്ട്. അതായത് ഈ കേസ് ചില വ്യക്തികൾ തമ്മിലുള്ള വളരെ വ്യക്തിപരമായ ഒരു പ്രശ്നമാണെന്നാണ് പോലീസും പറഞ്ഞു വെക്കുന്നത്. എന്നിട്ടും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ച് വിദ്വേഷത്തിന്റെ പുതിയൊരു പാറ്റേൺ നിർമ്മിച്ചെടുക്കുകയാണ് സംഘപരിവാർ ഇവിടെ. TCS കേസ് ഇത്രയേറെ ആഘോഷിക്കപ്പെടുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് കേട്ടോ. VIP ജ്യോതിഷി അശോക് ഗരാത്തിന്റെ ക്രൂരതകൾ മൂടി വെക്കുക എന്നതാണത്. മാർച്ച് 17-നാണ് അശോക് ഗരാത്ത് അറസ്റ്റിലാകുന്നത്. പൂജയുടെയും മന്ത്രങ്ങളുടെയും പേരിൽ നിരവധി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ വീഡിയോകൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ആ കേസ്. ഇതൊരു സാധാരണ പീഡന കേസല്ല കേട്ടോ. കേന്ദ്ര സംസ്ഥാന ഭരണരംഗത്തെ ഉന്നതരും ഉദ്യോഗസ്ഥ പ്രമുഖരും ഗരാത്തിന്റെ സ്ഥിരം സന്ദർശകരായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത് പോലെ ഇതൊരു മഹാരാഷ്ട്ര എപ്സ്റ്റീൻ ഫയൽ തന്നെയാണ്. ഭരണപക്ഷത്തെ പ്രമുഖർ ഉൾപ്പെട്ട ഈ കേസ് ചർച്ചയായാൽ പല വലിയ തലകളും ഉരുളും. ആ ഭയമാണ് ഈ കേസിനെ നിശബ്ദമാക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത്. ഗരാത്ത് അറസ്റ്റിലായി കൃത്യം ഒരാഴ്ച കഴിഞ്ഞാണ് TCS കേസിലെ പരാതിയും പുറത്തു വരുന്നത്. ഉടൻ തന്നെ BJP നേതാക്കളും ഹിന്ദുത്വ ജനജാഗ്രത സമിതിയും ഇതിനെ ഏറ്റെടുക്കുകയായിരുന്നു. ലവ് ജിഹാദും ലാൻഡ് ജിഹാദും പോലെ കോർപ്പറേറ്റ് ജിഹാദ് എന്ന പുതിയൊരു ഭീതി ജനങ്ങളിൽ അവർ കുത്തിവെക്കുന്നു. ഇതിലൂടെ സത്യം വളരെ വ്യക്തമാണ് കേട്ടോ. അശോക് ഗരാത്ത് കേസ് ഭരണകൂടത്തിന് നൽകുന്ന തലവേദനയിൽ നിന്നും രക്ഷപ്പെടാൻ നിർമ്മിച്ചെടുത്ത ഒരു മറുമരുന്ന് മാത്രമാണ് TCSലെ ഈ വിവാദങ്ങൾ. കൃത്യമായ തെളിവുകളുള്ള VIP ജ്യോതിഷിയുടെ കേസ് കോൾഡ് സ്റ്റോറേജിലാവുകയും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ മാത്രമുള്ള TCS കേസ് സമൂഹ മാധ്യമങ്ങളിൽ വിചാരണയ്ക്കായി തുറന്നുവിടുകയും ചെയ്യുന്നത് നീതിക്ക് വേണ്ടിയല്ല, മറിച്ച് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ്.